ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ യൂറോ USD ഇതിൻ്റെ രണ്ടിൻ്റെ ലെവൽസ് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇന്നലെ പറഞ്ഞു വിടേണ്ട ലെവൽസ് ഗോൾഡിൻ്റെയും യൂറോ USDൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെയും കാര്യം ഒന്ന് നോക്കാം കേട്ടോ. അതിനുശേഷം ഇന്നത്തെ ലെവൽസും കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇന്നലെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്ന ഗോൾഡിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു ഗോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടുത്തെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. അതിനുശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ തൊട്ടടുത്തുള്ള മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വീഡിയോ ചെയ്തു വന്നപ്പോഴും നമ്മൾ ഇവിടെ നിന്നായിരുന്നു ഒരു എൻട്രി കൺഫർമേഷനും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ആ ഒരു എൻട്രി കൺഫർമേഷൻ തരാതെ വീണ്ടും മാർക്കറ്റ് ലോവിനെ ബ്രേക്ക് ചെയ്തു. നമുക്ക് തൊട്ട് താഴെ നിന്നാണ് ആ എൻട്രി കൺഫർമേഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ടാർഗറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇതും ചെറിയൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ എൻട്രി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രണ്ട് ചെറിയ ട്രേഡുകളായിരുന്നു ഗോൾഡിലുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ യൂറോ USDയിൽ നോക്കുകയാണെങ്കിലും മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ഇവിടെ നിന്നൊരു ചെറിയൊരു ട്രേഡും പിന്നീട് ഇതിലേക്ക് വന്നൊരു ചെറിയൊരു ട്രേഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം നല്ല നല്ല വലിയ ട്രേഡോ കാര്യങ്ങളൊന്നും ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകളും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റും വന്നിട്ടുണ്ട്. ഈ തൊട്ട് മുകളിലൊരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല, ഇത് മദർ ക്യാൻഡിനുള്ളിലാണ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത പ്രൈസ് ഇത്രയും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോയിട്ട് അഗ്രസീവായിട്ട് സെല്ല് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ആണ്. അപ്പോൾ ഗോൾഡിൽ ഏറ്റവും കൂടുതൽ സേഫായിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ലോയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഇതിനുശേഷം പ്രൈസ് വന്ന് ഈ പ്രീമിയത്തിലെ സെല്ലിംഗ് സോണിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്നൊരു സെല്ല് നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, ഇതിന് ശേഷം സെല്ലിംഗ് സോണിലേക്ക് വരണം. നമുക്ക് ഡയറക്റ്റായിട്ട് 1 മിനിറ്റിലെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. ഇനി അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇതിന് ശേഷം ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന് ശേഷം ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് 50 മിനിറ്റിൽ ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിലും നമുക്ക് ഇതിനകത്താണെങ്കിൽ കൺഫർമേഷൻ നോക്കി വീണ്ടും എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് ശേഷം BOS കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഇതേ കാര്യം തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം 50 മിനിറ്റിൽ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിനകത്ത് വീണ്ടും ആ സെല്ലിലേക്കുള്ള കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. പിന്നീട് ആ ഒരു ട്രെൻഡ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകൾ നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും ഈ ലോ വരെ. ഓക്കെ അല്ലേ, ഇതിലാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു സാധ്യത വരുന്നത്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് നിന്ന് ഹൈനെ ബ്രേക്ക് ആണെങ്കിൽ 50 മിനിറ്റിലെ പുതിയൊരു BOS പിന്നെയും ബൈയിലേക്കുള്ള ട്രെൻഡ് തന്നെ ആയിട്ട് മാറുള്ളൂ. പിന്നെ ഇതിനകത്ത് ബൈക്കുള്ള ട്രേഡുകൾക്ക് സാധ്യത ഉണ്ടോ നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് ട്രേഡുകൾക്ക് സാധ്യതയൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ബൈയിലേക്ക് സാധ്യതയില്ല. പിന്നെ ഇതെന്താണ് ഇതൊക്കെ ഒരു ഡിസ്കൗണ്ട് ഏരിയ ആയതുകൊണ്ട് ബൈയേഴ്സ് ഇവിടെ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്താലേ ഉള്ളൂ. പക്ഷേ ട്രേഡോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വീണ്ടും റിസ്ക് ആയിരിക്കും. കാരണം ഓവറോൾ സെല്ലിലേക്ക് വരാനാണ് ഗോൾഡിലെ സാധ്യതകൾ കൂടുതൽ കാണുന്നത് കേട്ടോ. ഇത്രയും കാര്യം ഗോൾഡിലേക്ക് വരുന്നുള്ളൂ. ഇനി ഇതുപോലെ തന്നെ യൂറോ USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞു പോയപ്പോൾ കുറേ ബൈയിങ് സോണും കാര്യങ്ങളൊക്കെ മേജർ ട്രെൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൈയിങ് സോൺ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണ് ഓക്കെ അല്ലേ. ഈ മേജർ ട്രെൻഡിൽ ലോയിനെ ബ്രേക്ക് ചെയ്തു അല്ല. ഇവിടെ നിന്ന് എന്താണ് മേജർ ട്രെൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. പിന്നെ ഇവിടുന്ന് മൈനർ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന് മാർക്കറ്റ് ആ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു. പിന്നെയും മേജർ ട്രെൻഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബൈയിലേക്ക് തന്നെയാണ് നോക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതൊക്കെ വന്നിരിക്കുന്ന മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം മോർണിംഗ് ഒരു 3 മണി 2 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് മാർക്കറ്റ് ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ട്രേഡുകളോ കാര്യങ്ങളോ നോക്കണമെങ്കിൽ ഫസ്റ്റത്തെ ഒരു സാധ്യത യൂറോ USDയിൽ കാണുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം 50 മിനിറ്റിൽ എന്താണ് ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ നോക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം മാർക്കറ്റ് എന്താണ് വീണ്ടും ഹൈനെയാണ് ബ്രേക്ക് ചെയ്തതുപോലെ 50 മിനിറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് തരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വീണ്ടും മൈനർ ട്രെൻഡിൽ തന്നെ ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ട്രെൻഡ് ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ട്രെൻഡ് ഇവിടുന്ന് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് BOSും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മൈനർ ട്രെൻഡ് കൺഫേം ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കിയും ട്രേഡുകൾ എടുത്ത് പോകാനായിട്ട് പറ്റും. ഇനി അതല്ല മാർക്കറ്റ് വന്ന് ഈ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെ തന്നെ ഒരു ബൈയിങ് സോണും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയ ആണിത്. ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ വീക്കായിട്ടാണ് നിൽക്കുന്നത് കാണുന്നത്. ഇതിന് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ട്രേഡിന് ഇവിടുന്ന് സാധ്യതയുണ്ട് യൂറോ USDയിൽ കേട്ടോ. ഈ ഒരു സാധ്യതയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം എന്താണ് മൈനർ ട്രെൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതകളൊക്കെ യൂറോ USDയിലുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സെല്ലോ ബൈയോ വേറെ ട്രേഡുകളൊന്നും ഇല്ല. കാരണം ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ബൈയിലേക്കില്ല, സെല്ലിലേക്ക് പിന്നെ ഇതിനകത്ത് നോക്കാനും പറ്റില്ല കേട്ടോ. ഈ സാധ്യതകൾ മാത്രമാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ നല്ല നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ കേട്ടോ. അഗ്രസീവായിട്ട് ട്രേഡുകളോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. നമുക്ക് ഈ വീക്ക് നോക്കുകയാണെങ്കിൽ ട്രേഡുകളുടെ എണ്ണത്തിലൊക്കെ വളരെ കുറവാണ്. പിന്നെ അത്രത്തോളം നല്ല ട്രേഡുകളോ കാര്യങ്ങളൊന്നും അങ്ങനെ ഗോൾഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുമില്ലായിരുന്നു. വളരെ കുറച്ച് ട്രേഡുകളേ ഉള്ളൂ. അപ്പോൾ നല്ല ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ല. അപ്പോൾ അത്രയും നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.